രസതന്ത്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ. റോബർട്ട് ബോയിൽ, ഇദ്ദേഹമാണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമ്മൾ കെമിസ്ട്രി ലാബിൽ പോയാൽ പല രാസപദാർത്ഥങ്ങളും ബോയിൽ ചെയ്യാറില്ലേ? അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് റോബർട്ട് ബോയിൽ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് പഠിക്കാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിതാവ് എന്ന് പറയുന്നത്? മൂലകങ്ങൾ, രസതന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മൂലകങ്ങൾക്ക് ആദ്യമായി നിർവചനം നൽകിയത് ആരാണ്? ഇദ്ദേഹമാണ്, റോബർട്ട് ബോയിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അഥവാ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ. ബോയിൽ നിയമം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. ഈ ഒരു നിയമത്തിൽ പറയുന്നത് വാതകങ്ങളുടെ വ്യാപ്തിയും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ വേറൊരു തരത്തിൽ ചോദിക്കും, വാതകങ്ങളുടെ മർദ്ദം, വ്യാപ്തം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? അദ്ദേഹം റോബർട്ട് ബോയിലാണ്. അപ്പം ബോയിൽ നിയമം, വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്ന് മനസ്സിലാക്കാൻ ബോയിൽ, ഒരു വ്യക്തി ബോയിലാവുമ്പോൾ, ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ മർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ മർദ്ദം, ബോയിൽ നിയമം, വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. അപ്പൊ റോബർട്ട് ബോയിലിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയത്. സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് അഥവാ അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന പുസ്തകം റോബർട്ട് ബോയിലിന്റേതാണ്. പിന്നീട് എന്താണ്? ബോയിൽ നിയമം ആവിഷ്കരിച്ചു. അതെന്താണ്? വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധമാണ്. അടുത്ത ശാസ്ത്രജ്ഞൻ അന്റോയിൻ ലാവോസിയ. ഇദ്ദേഹമാണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പം ആധുനിക കാലത്തുള്ള ഒരു രസമാണ് പരസ്പരം ലവ് അഫെയർ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് അന്റോയിൻ ലാവോസിയ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹമാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിക്കാൻ തുടങ്ങിയത്. എങ്ങനെയൊക്കെയാണ് വർഗീകരിച്ചത്? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെയാണ് ഇദ്ദേഹം വർഗീകരിച്ചത്. അതുപോലെ തന്നെ ഓക്സിജൻ, ഹൈഡ്രജൻ ഇവയ്ക്ക് പേര് നൽകിയത് ലാവോസിയയാണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സാന്നിധ്യം കണ്ടെത്തിയതും ലാവോസിയയാണ്. ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് കണ്ടെത്തിയത് ലാവോസിയയാണ്. മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ലാവോസിയയാണ്. അന്റോയിൻ ലാവോസിയ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹം മൂലക വർഗീകരണത്തിന് തുടക്കം കുറിച്ചു. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ വേർതിരിച്ചു. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയ്ക്ക് പേര് നൽകി. ശ്വസന പ്രക്രിയയിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സാന്നിധ്യം കണ്ടെത്തി.